വസു ചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നിനക്കിഷ്ടമല്ലേ വേണ്ട, ഞാനിനി നിന്നോട് അവളെ കുറിച്ച് പറയില്ല എന്നെഴുതി എൻ്റെ ഇഷ്ടം കുറയാനൊന്നും പോകുന്നില്ല. വസുവിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുന്നു പറ. അവല്ല ഡെസ്പ. ചന്ദനെ ഓർത്ത് മാത്രം അവന് ടെൻഷൻ. അവൾ ആ വീട്ടിൽ അനുഭവിക്കുന്ന പ്രഷർ, അവളെ കാണാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത, എപ്പോഴും പാതിരാത്രി ചെല്ലാൻ പറ്റുമോ? അങ്ങനെ പോയാലും എത്ര നാൾ? ഒരു മനുഷ്യനോടായിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിച്ച് നോക്കായിരുന്നു. ഇതിപ്പോൾ അയാളോട് ഇനി ഞാൻ കൂടി ചെല്ലുന്ന ഓർക്കാനേ വയ്യ. എന്തൊരു സാധനമാണ് അയാള്. മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. വിവരവും വിദ്യാഭ്യാസം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്. ഒരധ്യാപകനായിരുന്നില്ലേ, അതിൻ്റെ ഒരു വിവേകങ്ങളും കാണിക്കായിരുന്നു. ഇതിപ്പോഴും ജാതിയായിത്തവും കെട്ടിപ്പിടിച്ച് നടക്കുക. ആൻറ്റിയോ നിങ്ങൾ എന്ത് പറയുന്നു? ഇതുവരെ കാണിച്ച താല്പര്യം ആൻറ്റിക്കിപ്പില്ല. ആൻറ്റിയെ കുറ്റം പറയാനൊക്കില്ല. ചന്ദനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവളൊന്ന് കാണിക്കൂടി ചെയ്യാതെ വന്നപ്പോൾ ദേഷ്യമായി കാണും. അങ്കിൾ എന്തിനേതിനും കൂടെ ഉണ്ടെന്ന പോലെയാ. അവന് വേണ്ടി എന്തും ചെയ്തോളാന്ന്. നീ വാ, 2 ദിവസമായിട്ട് ഞാൻ വസുവിനൊന്ന് കണ്ടിട്ട്. ഇന്നിന് നേരെ അങ്ങോട്ട് കയറിയിട്ട് വീട്ടിലേക്കുള്ളൂ. സണ്ണി തൻ്റെ ഫോണും ബാഗും എടുത്ത് ക്യാബിൽ നിന്ന് ഇറങ്ങി. നിന്റെ OP കഴിഞ്ഞാണോ? പാർക്കിലേക്ക് നടക്കുമ്പോൾ ശരൺ ചോദിച്ചു. ഞാനൊന്ന് ഉച്ചവരേ ഉള്ളൂ. വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്ക് വന്നിട്ടുണ്ട്. തിരക്കൊഴിഞ്ഞ് അങ്ങോട്ടൊന്നും പോയി കാണാറില്ല. ഇവിടെ വരുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഒക്കെ പറഞ്ഞ് നടന്നാൽ പിന്നെ വല്യപ്പച്ചനും ഉമ്മിച്ച് നിൽക്കേണ്ടി വരില്ല. കുടുംബം കഴിഞ്ഞുള്ള തിരക്കൊക്കെ മതി എന്നാൾ പറയാറ്. പിന്നെ സാന്ദ്രയും പിടിച്ചു പിടിയാലെ പിടിച്ചു. കുറേ ഡേയ്സ് ആയിട്ട് ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ട്. ഇന്നിപ്പോൾ കസിൻസ് എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. വല്യപ്പച്ചൻ്റെ ഭാഗ്യം സാന്ദ്ര ഏറ്റെടുത്തുള്ളൂ. സണ്ണി ചിരിയോടെ പറഞ്ഞു നിർത്തി. എന്നാ ഇന്ന് നീ സാന്ദ്രയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ തയ്യാറായി തന്നെ നിന്നോ? കാരണം നീ അവിടെ എത്തുന്നതിന് മുന്നേ നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരും, എമർജൻസി ഉണ്ടെന്നും പറഞ്ഞ്. ഇതാണ്ടാ പറയുന്നത്, ജോലിയും കൂലിയൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന്. ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത നിർഭാഗ്യവന്മാർ. പറഞ്ഞിട്ട് കാര്യമില്ല. ശരൺ പറഞ്ഞിട്ട് സണ്ണി അവനെ ചെറഞ്ഞു നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. സത്യല്ലേ പറഞ്ഞേ? കീങ്ങതാ, വണ്ടി ഞാൻ എടുക്കാം, നീ ടയർഡല്ലേ? ശരൺ സണ്ണിയുടെ കയ്യിൽ നിന്നും കീ വാങ്ങി കാറിലേക്ക് കയറി. ഒപ്പം സണ്ണിയും. എന്താ ഇതുവരെ ആയിട്ടും ഈ പ്രണയമെന്ന് അറിയാത്തത്? പറയാതെ അറിയുമെന്ന കാത്തിരിപ്പായിരുന്നു ഇത്രയും നാൾ. പറഞ്ഞോർക്കുമ്പോൾ നെഞ്ചിലൊരു പെരുമ്പറയാണ്. ഇങ്ങനെ അറിയാതെ പറയാതെ പ്രണയിക്കാനൊരു സുഖമുണ്ട്. ഒടുക്കനിലേക്ക് തന്നെ വന്നു ചേർന്നാൽ മതി, അത് മാത്രം മതി. കാത്തിരുന്നോട്ടെ ഞാൻ. സാന്ദ്ര വസുവിന്റെ ഫോട്ടോ സൂം ചെയ്ത് അതിയായ പ്രണയത്തോടെ അവന്റെ ചിരി തൂവുന്ന മുഖത്തേക്ക് ചുണ്ടുകൾ ചേർത്തു. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഫോൺ ടേബിളിനോരത്തേക്ക് വെച്ച് ചെയർ നീക്കി എഴുന്നേറ്റതും പിന്നിൽ സണ്ണി. അവളൊരു നിമിഷം വെപ്രാളപ്പെട്ട് നിന്നു. നീ കിടന്നില്ലേ? ഇല്ല. എന്തെടുക്കുമായിരുന്നു? കിടക്കുന്ന നേരമല്ലോ. എന്താ എനിക്കൊരു വയ്യായിക പോലെ? ചോദിക്കുന്നതിനൊപ്പം തന്നെ സണ്ണി സാന്ദ്രയുടെ നെറ്റിയിൽ തൊട്ട് നോക്കി. ഒന്നുമില്ല ഏട്ടായി, ഞാൻ വെറുതെ ഫോണിലോരോന്നൊക്കെ നോക്കി, സമയം പോയതറിഞ്ഞില്ല. മതി, കിടക്കാൻ നോക്ക്. ഫോണിൽ കളിയൊക്കെ കൊള്ളാം. നെക്സ്റ്റ് സെം എക്സാമിന് വരുന്ന ഓർമ്മ വേണം. ഉറക്കൊച്ചുള്ള കളിയൊന്നും വേണ്ട. കിട്ടുന്ന ടൈം നന്നായിട്ട് യൂസ് ചെയ്ത് പഠിച്ചോ. എക്സാമിന് തലേന്ന് കുത്തിയിരുന്നുള്ള കഷ്ടപ്പാട് വേണ്ടെന്ന് സാരം. സമ്മതിച്ചു. എനിക്ക് അറിഞ്ഞൂടെ മാർക്സ് പറഞ്ഞാൽ ചേട്ടായിനെ നിലത്ത് നിർത്തിക്കില്ലെന്ന്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ പറയുന്നത്. ശരി, ഇതാ പറയുന്നത്. പൊന്നാങ്ങളെ ബുദ്ധി ചെയ്യാൻ പാടില്ലെന്ന്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. ഞാൻ കിടക്കുക. ഗുഡ് നൈറ്റ്. സണ്ണിയുടെ കവളിൽ ഉമ്മ നൽകി അവൾ ബെഡിലേക്കിരുന്നു. പതിവ് പോലെ അവളെ പുതപ്പിച്ച് നെറുകയിലൊന്ന് മുത്തിയവൻ. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് പോയാൽ മതി. ഒന്നുമില്ലെങ്കിലും ഞാനിനി അധികാരം ഇവിടെ ഇല്ലല്ലോ. കെട്ടിയങ്ങ് പോകില്ലേ? അപ്പം നീ എന്തോ ചെയ്യും? അതിന് നിന്നോട് കെട്ടിച്ചുവിടുന്ന ആര് പറഞ്ഞു? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PG കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാറായിട്ട് നിന്നെ കെട്ടിക്കുള്ളൂ എന്നാ അമ്മച്ചി പറഞ്ഞ്. ഞാനിപ്പോഴും സ്വന്തം കാലത്ത് തന്നെ നിൽക്കുന്നത്, അല്ല ആരാൻ്റെ കാലവും അടക്കെടുത്തല്ല. അതൊന്ന് പറഞ്ഞുതരാം അമ്മച്ചിയോട്. നിനക്കെന്നാടി ഇത്ര തിടുക്കം? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം, ഒളിച്ചു വെക്കരുത്. അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ അറിയാലോ അല്ല, ഞാൻ എടുത്തു പറയേണ്ടില്ലല്ലോ. അത് ചേട്ടായി, മനസ്സിലൊരാളുണ്ട് കുറേ കാലമായിട്ട്. ബട്ട് 1 വേ ആണ്. ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ ഇഷ്ടമായിരിക്കുന്നൊരു വിശ്വാസമുണ്ട്. സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് ആളോടും തുറന്നു പറഞ്ഞോളാം. അതുവരെ ഞാൻ ഒന്നിനും പോവില്ല. അത് ഞാൻ ചേട്ടായിക്കിരുന്ന വാക്കാ. അവൾ അവൻ്റെ കൈത്തല മുറുകെ പിടിച്ചു. അവനൊന്നും മന്ദഹസിച്ചു. വിശ്വാസമാണെന്ന പോൽ. തൻ്റെ പെങ്ങൾ, കുഞ്ഞിപ്പെങ്ങൾ, ഒരു മകളോടെന്ന പോലെ സ്നേഹവും ലാളനെയും. ഉറങ്ങിക്കിടക്കുന്ന അവളുടെ കുഞ്ഞുമുഖത്ത് അവൻ അതീവ വാത്സല്യത്തോടെ തഴി. അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഏറെ നേരം അവൻ അവിടെ തന്നെ ഇരുന്നു. പടിക്കെട്ടി ഇറങ്ങി വരുമ്പോഴാണ് ആൾത്തറയോട് ചാരി കൈകൾ പിണച്ചേട്ടി നിൽക്കുന്ന വസുവിനെ ചന്ദന കാണുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അത്ഭുതത്താലും സന്തോഷത്താലും വിടർന്നു. കാണുന്നത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ഒന്നുകൂടെ നോക്കി. അതെ, തന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽപ്പാണ്. അവൻ അരികിലേക്ക് വരാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ തൻ്റെ ഒപ്പം നടക്കുന്ന ചൈതുവിനെ നോക്കി. ഒന്നും പേടിക്കണ്ട, പാലക്കാട് പോയി അപ്പോൾ ഏതായാലും ഈ കോവിൽ പരിസരത്ത് കാണില്ല. ധൈര്യമായിട്ട് ചെന്ന് സംസാരിക്കുക, ഞാൻ അപ്പുറത്ത് കാണും. ചന്തുവിനോട് പറഞ്ഞിട്ട് വസുവിനെ നോക്കി ചിരിച്ച് കൈവീശി കാണിച്ച് ചൈതന്യം മുന്നിലേക്ക് നടന്നു. അവൾക്കുള്ള ചിന്താശേഷി പോലും നിനക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. പതിയെ അരികിലേക്ക് വന്ന ചന്തുവിനെ അവൻ കഷ്ടമെന്നുള്ള അർത്ഥത്തിൽ നോക്കി കൈമലർത്തി. ഇതെന്താ ഇവിടെ? ടെമ്പിളിലേക്ക് മാത്രമേ നിനക്ക് പെർമിഷൻ ഉള്ളൂ. എന്തോ എനിക്ക് ഉറപ്പായിരുന്നു ഇന്ന് ഈ നേരത്തെ നീ ഇവിടെ കാണുന്നു. ആകെ ഒരു ടെൻഷൻ, നിന്റെ അപ്പ ഈ പരിസരത്തുണ്ടെങ്കിൽ നീ എന്നെ ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കില്ലല്ലോ എന്ന് ഓർത്തായിരുന്നു. അപ്പോഴാ ചിഞ്ചുവിൻ്റെ മെസ്സേജ്, വാദിയാര് സ്ഥലത്തില്ലാന്ന്.
അപ്പം പാലക്കാട് പോയേക്കുക. നാളെ ഉച്ച കഴിയും തിരിച്ചെത്താൻ. പാട്ടിക്ക് ചെറുതായിട്ടൊരു വയ്യായിക. പിന്നെ ചന്ദന പകലിൽ നിർത്തി. പിന്നെ നിന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ. ഒപ്പം ഭാവി മരുമകനോടൊപ്പം ഇന്ന് അവിടെ ഒരു സൽക്കാരമല്ലേ? ചിരിയോടെയായിരുന്നു ചോദ്യം. ചന്ദന മറുപടിയൊന്നും പറഞ്ഞില്ല. പുറമേ ശാന്തമായിരുന്നു. എന്നാൽ അവളുടെ ഉള്ളിലൊരു കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. എവിടെ? എനിക്ക് പ്രസാദല്ലേ? അതോ അന്യജാതിക്കാർക്ക് അതും നിഷിദ്ധമാണോ? അവളുടെ സംഘർഷം മനസ്സിലാക്കിയെന്നപ്പോൾ അവൻ വിഷയം മാറ്റിവിട്ടു. അവളൊന്നും മന്ദഹിച്ചേ ഉള്ളൂ. കയ്യിലുള്ള ഇലച്ചീന്ത അവന് നേരെ നീട്ടിപ്പിടിച്ചു. അവൻ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ തലവെട്ടിക്കുമ്പോൾ അവൾ എന്തെന്നുള്ള അർത്ഥത്തിൽ കണ്ണുമിഴിച്ചു. നെറ്റി തൊട്ടരു. അവൾ ചുറ്റും നോക്കി. ആരെങ്കിലും കണ്ടാൽ അപ്പയുടെ ചെവിയിലേക്കെത്താൻ അധിക നേരം വേണ്ട. അടുത്തൊന്നും ആരില്ലെന്ന് ഉറപ്പിച്ച് വിരലിൽ ചന്ദനെടുത്ത് അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ടു. നെറ്റിയിൽ അനുഭവപ്പെട്ട തണുപ്പ് മനസ്സോളം പടരുന്നറിഞ്ഞവൻ. വല്ലാത്തൊരു തണുപ്പ്. അവളെ കണ്ടപ്പോഴേ ഉള്ളിലെ ചൂട് അടഞ്ഞു കിട്ടിയതാണ്. അരികിൽ വന്നിരുന്നപ്പോൾ, ആ ഗന്ധമറിഞ്ഞപ്പോൾ, ഒന്ന് സംസാരിച്ചപ്പോൾ, ഇപ്പോൾ തന്നെയൊന്ന് സ്പർശിച്ചപ്പോൾ അവനവൾ ഇറുകയൊന്ന് പുൽകണമെന്ന് തോന്നി. ആലിവൊഴുകുന്ന മിഴികളിൽ ഒന്ന് ചുംബിക്കണമെന്ന് തോന്നി. അത്രയും ശാന്തമായിരിക്കുന്ന ആ മുഖമാകെ ഒന്ന് തഴുകി തലോടണമെന്ന് തോന്നി. അവൻ ദീർഘമായി ഒന്ന് ശ്വസിച്ച് തൻ്റെ മനസ്സിനെ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തി. ആദ്യമായിട്ടോ ഇത്രയും ദിവസങ്ങൾ നിന്നെ കാണാതെ സംസാരിക്കാതെ. എത്രമാത്രം മിസ് ചെയ്തെന്നറിയുന്നു നിനക്ക്. നിന്നെ പോലെ എനിക്ക് ഫീലിങ്സ് ഒതുക്കി നിർത്താൻ പറ്റുന്നില്ല. എന്നാണ് ഈ അകലം കുറഞ്ഞ് നമ്മൾ ഒന്നാവുന്നത്. ഇറങ്ങി വരും എൻ്റെ ഒപ്പം. എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. അങ്ങനെയൊന്നും നീ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണമല്ലോ. പെണ്ണുകാൾ കഴിഞ്ഞ് നിശ്ചയം ഉടനെ ഉണ്ടാവും. ചിലപ്പോൾ നിശ്ചയം പോലും ഇല്ലാതെ ഇടിപിടിയുന്നൊരു വിവാഹം. അന്ന് ആ ദിവസം വരെ ഇതേപോലെ തുടർന്നാൽ അന്ന് നീ എന്ത് ചെയ്യും? അപ്പയുടെ അന്തസ്സും അഭിമാനവും മാനിക്കാതിരിക്കാൻ പറ്റുമോ? ആ ആൾക്ക് മുമ്പിൽ കഴുത്ത് നീട്ടില്ലാതെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എല്ലാവരും ധിക്കരിക്കാൻ തയ്യാറാവൂ നീ? അതോ ഇനി ഒന്നും വേണ്ടെന്ന് എഴുതി ആത്മഹത്യ പോലും ചെയ്യാനാണ് തീരുമാനം? എന്തായാലും ഇപ്പോൾ ഉറപ്പിച്ചു പറയണം. ഞാൻ അപ്പയോട് സംസാരിക്കാം. പാട്ടിക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ധൃതി പിടിച്ച് പാലക്കാട്ടേക്ക് പോയത്. വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പയോട് പറയാം എനിക്ക് ആ വിവാഹം വേണ്ടാന്ന്. അമ്മ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിന് അമ്മയോട് ഒരുപാട് ഒച്ച വെച്ചു, അടിച്ചു. ചൈതു കരയാൻ തുടങ്ങിയപ്പോഴാണ് അപ്പ ഒതുങ്ങിയത്. നിങ്ങളുടെ സ്ഥാനത്ത് എനിക്കിനി മറ്റാരെയും ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ ഒരു ജീവിതം ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പയോളം ചില സമയങ്ങൾ അതിനേക്കാളേറെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി. അവൾ വിതുമ്പുകയായിരുന്നു. ആ വാക്കുകൾ വസുവിനെ തെല്ലൊന്നുമെല്ലാം സന്തോഷിപ്പിച്ച് കണ്ണു നിറയുന്ന അവസരത്തിൽ അവൻ ഹൃദയം തുറന്ന് ചിരിച്ചു. അപ്പോഴാ നിങ്ങളെന്ന വിളി അവനെ ചൊടിപ്പിച്ചു. എന്നിനി ദേവേട്ടാന്ന് വിളിക്കാൻ കഴിയോ? അന്നിനി നീ എന്നോട് സംസാരിച്ചാൽ മതിയാവും. അവൻ കപടദേഷ്യം അണിഞ്ഞു. അയ്യോ സോറി, ഇനി ആവർത്തിക്കില്ല. അബദ്ധം പറ്റിയതുപോലെ അവൾ ചെറുതായി നെറ്റിയിൽ അടിച്ചു. എപ്പോഴും തന്നെയല്ലേ പറയുന്നത്? വാ ഞാൻ കൊണ്ടുവിടാം. നോക്കിയെന്ന് വെച്ചാൽ ഇത് മുഷിഞ്ഞിട്ടുണ്ടാവും. വേണ്ട, ഞങ്ങൾ നടന്നോളാം. ജ്യോതിയുടെ വീട്ടിൽ കയറണം. കുറച്ച് നോട്ട്സ് എഴുതിയെടുക്കണം. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നു. വീണ്ടും എക്സാം എടുക്കാറായി. പിന്നെ നേരത്തെ പറഞ്ഞാലും ഇവിടെ ആർക്കും നിഷിദ്ധമൊന്നുമല്ല കേട്ടോ. കാര്യം തൊഴുതിട്ട് പോകും. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഏറ്റവും ആദ്യമായിട്ട് വേണ്ടതാ. പൊക്കോട്ടെ. അവൾ അനുവാദത്തിനായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ശിരസ് ചലിപ്പിച്ചു. ചന്ദന മുന്നിലേക്ക് നടന്ന അവളെ അവൻ വിളിച്ചു. നീ ആവശ്യത്തിന് സംസാരിക്കാനൊക്കെ പഠിച്ചു. അവൻ കുസൃതിയോടെ കണ്ണു ചിമ്മി. അങ്ങനെയല്ല, പഠിപ്പിച്ചെന്ന് പറയും. അവൾ അതേ ചിരിയോടെ പറഞ്ഞു. പോവുകയാണോ? അവൾ വേഗത്തിൽ ചൈതുവിനരിയിലേക്ക് നടന്നു. വസു അവൾ പറഞ്ഞ പ്രകാരം അമ്പലത്തിനകത്തേക്കും. സാന്ദ്രയുടെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സണ്ണി സാന്ദ്രയെ താഴെയും കാണാഞ്ഞ് തെരേസയോട് ചോദിച്ചു. അവൾ അപ്പച്ചൻ്റെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങി. നീ കുളിച്ചിട്ട് വാ, കാപ്പി എടുത്ത് വെക്കാം. അപ്പോഴേക്കും രണ്ടാളും എത്തും. പറഞ്ഞിട്ട് തെരേസ കിച്ചണിലേക്ക് നടന്നു. റൂമിലേക്ക് കയറി പോകുമ്പോൾ സാന്ദ്രയുടെ റൂമിൽ ഫാനും ലൈറ്റും തെളിഞ്ഞെടുക്കുന്നത് കണ്ടു. അത് ഓഫ് ചെയ്യാനായി കയറിയപ്പോൾ ബാഗും പുസ്തകങ്ങളും ടേബിളും ബെഡിലും അരസുമായി കിടക്കുന്നു. ഇവളെന്താ ഇങ്ങനെ? എത്ര പറഞ്ഞാലും ഒരു അടുക്കും ചിട്ടിയില്ല. അവൻ ബെഡിൽ കിടക്കുന്ന പുസ്തകങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കബോർഡിലേക്ക് വെച്ചു. ടേബിൾ കൂടി അടുക്കി വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് ബെഡിൽ ഷട്ട് ഡൗൺ ചെയ്യാതെ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ തെളിഞ്ഞു കാണുന്ന വസുവിന്റെ ചിരിക്കുന്ന മുഖവും മുകളിലായി എഴുതി വെച്ചിരിക്കുന്ന ഇഷ്ടമാണ് ഒരുപാട് എന്ന വാക്കും ഒരു നിമിഷത്തേക്ക് അവന്റെ ശ്വാസഗതി ഉയർത്തി. കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത പോൽ അവൻ ഒന്നുകൂടെ ആ സ്ക്രീനിലേക്ക് നോക്കി. സണ്ണിക്ക് തന്നെ തലകറങ്ങുന്ന പോലെ തോന്നി. ഒരാളെ ഇഷ്ടമുണ്ടെന്ന് ഇന്നലെയാണ് സാന്ദ്ര പറയുന്നത്. ആദ്യമായിട്ട് തിരിച്ച് അയാൾക്കും ഇഷ്ടമായിരിക്കുമെന്നും പറഞ്ഞു. അതിനർത്ഥം വസുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒരിക്കലുമില്ല. വസു സ്നേഹിക്കുന്ന ചന്ദനയാണ്, ചന്ദനയെ മാത്രം. ആൾക്ക് മുമ്പോ ശേഷമോ അവന് മറ്റാരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അവന്റെ പ്രണയം എക്കാലത്തും ചന്ദന മാത്രമാണ്. പിന്നെ ഇങ്ങനെ സാന്ദ്രയിലൊരു പ്രതീക്ഷ നിറഞ്ഞു. ഉടനെ തിരുത്തണ അവളെ ഒട്ടും വൈകിട്ടില്ല. അവൻ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. ഉള്ളിലുണരുന്ന ചിന്തകളെയും ചോദ്യങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി. ആഹാ, ചേട്ടായിയുടെ ഉണ്ടായിരുന്നു. കുളി പോലും കഴിഞ്ഞില്ലേ? താഴെ അമ്മച്ചി വിളിക്കുന്നു. ഞാൻ അപ്പച്ചൻ്റെ കൂടെ നമ്മുടെ പറമ്പും തോട്ടൊക്കെ ഒന്ന് കയറി ഇറങ്ങി. കണ്ടില്ലേ, ദേ മൊത്തം ചെളിയാ. കുളിച്ചിട്ട് വരാവേ. മുറിയിലേക്ക് കയറി വന്ന സാന്ദ്ര ടവലും ഡ്രസ്സും എടുത്ത് പിടിച്ച്. വസുവാണ് ആള്? എന്താ? സണ്ണിയുടെ പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ അവളൊന്ന് പകച്ചു. അവന്റെ കണ്ണുകളെ പിന്തുടർന്ന് അവിടെ നോട്ടോ ലാപ്ടോപ്പിലെത്തി നിന്നു.
ചോദിച്ചു കിട്ടില്ലേ? ചേട്ടായി. അവളുടെ സ്വരം ദുർബലമായിരുന്നു. അത് സണ്ണിയുടെ ശബ്ദത്തിന് ഗൗരവമേറിയതുകൊണ്ടായിരുന്നു. ഉത്തരം പറ സാന്ദ്ര. അതെ, വസിച്ചേട്ടനാ. പണ്ട് തൊട്ടേയുള്ള ഇഷ്ടം. ചേട്ടായിടൊപ്പം വസിച്ചേട്ടനെ കാണാൻ തുടങ്ങിയ മുതലുള്ള ഇഷ്ടം. ഇത് നടക്കില്ല സാന്ദ്ര, നീ അത് മറന്നേക്ക്. അങ്ങനെയൊന്നും സണ്ണിയുടെ ഭാഗത്ത് നാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തലക്കടിയേറ്റതുപോലെ നിന്നൊരു നിമിഷം, ഹൃദയം വല്ലാതെ വേദനിക്കുന്ന പോലെ. നടക്കില്ല, അതുമാത്രം ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് ചോദിക്കണം എന്നുണ്ട്. പക്ഷേ നാവ് പോലും അനങ്ങുന്നില്ല. തൻ്റെ ഇഷ്ടം ഒരിക്കലും നടക്കില്ലെന്നതാണോ, മറിച്ച് അത് പറഞ്ഞ് സണ്ണിയാണെന്നതോ തന്നെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇന്നുവരെ ഒരു ഇഷ്ടവും നേടിത്തരാതെ നിന്നിട്ടില്ല. ഒന്നിനും തടസ്സം പറഞ്ഞിട്ടുമില്ല. ആൾക്ക് ഉറക്കെ നെഞ്ചു പൊട്ടുമാറുച്ചത്തിൽ അലമുറയിടണമെന്ന് തോന്നി. സാന്ദ്ര, നീ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാം, വസു ഒരിക്കലും നിന്റെ സ്നേഹം അംഗീകരിക്കില്ല. എനിക്ക് എങ്ങനെയാണോ നീ അതുപോലെ തന്നെ അവനും ഒരനീതിയോടുന്നുള്ള സ്നേഹമാവും നിന്നോട് കാണിച്ചിട്ടുള്ളൂ. സംടൈംസ് ഞാൻ നൽകുന്നതിനേക്കാൾ സ്നേഹവും വാത്സല്യം സ്വാതന്ത്ര്യമൊക്കെ അവൻ നിനക്ക് നൽകി. അതെന്തുകൊണ്ടാ? നീ എൻ്റെ കുഞ്ഞിപ്പങ്ങളായതുകൊണ്ടാ. ഒരനുജത്തില്ലാത്ത കുറവാ നിന്നിലൂടെ നികത്തി. അതൊന്നും നീ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. മനസ്സിലാക്കണം. അതിനുള്ള പ്രായവും വിവേകവും ബുദ്ധിയൊക്കെ നിനക്കുണ്ട്. വെറുതെ മനസ്സിൽ അതും ഇതൊക്കെ നിറച്ചു വെക്കണ്ട. കുളിച്ച് താഴേക്കില്ല. അപ്പോഴേക്കും ഞാനും വരാം, കേട്ടല്ലോ. സണ്ണിയോടെ കവളിൽ ചെറുതായും തട്ടിക്കൊടുത്ത് മുറിവിട്ടിറങ്ങിയെന്നാലും അവൾ നിന്നെടുത്തൊന്നും അനങ്ങിയില്ല. ചന്ദന ഇപ്പോൾ കോളേജിൽ വരാത്ത കാരണം ചിഞ്ചുവിൻ്റെയും ശ്രുതിയുടെയും കോളേജ് ദിവസങ്ങൾ വളരെ വിരസമായാണ് കടന്നു പോകുന്നത്. ചന്ദന വളരെ ഒതുങ്ങിയ പ്രകൃതമായിരുന്നുവെങ്കിലും അവളുടെ കുറവ് അവർക്കിടയിൽ കുറവായി തന്നെ നിലനിന്നു. ഇനി ശ്രുതിയും വല്ലാതെ ഒതുങ്ങിപ്പോകുമെന്നോർത്ത് ചിഞ്ചു അവളെയും കൂട്ടി സിറ്റി ഒന്ന് കറങ്ങി വരാൻ തീരുമാനിച്ചു. കോളേജ് ഗേറ്റ് കടക്കുമ്പോഴാണ് ജ്യോതി അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെന്ന് അവർ കണ്ടത്. ശ്രുതിയുടെയും ചന്തുവിൻ്റെയും റൂട്ട് തന്നെയാണെന്നാലും ബസ്സിൽ പോവാറില്ല അവൾ. രാവിലെ കൊണ്ടുവിടാനും വൈകുന്നേരം കൊണ്ടുപോകാനും ജീത്തുവേട്ടം വരും. കോളേജിനടുത്തുള്ള ഒരു ഹൈസ്കൂളിലാണ് ജീത്തുവേട്ടം വർക്ക് ചെയ്യുന്നത്. നീ എന്താടി ഇതുവരെ പോയില്ലേ? ചിഞ്ചു അവൾക്കരികിൽ വന്ന് നിർത്തി. ഏട്ടനിന്ന് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, ലേറ്റാവും, വെയിറ്റ് ചെയ്യണ്ട, ബസ്സിൽ പോയിക്കോളാൻ പറഞ്ഞു. ശ്രുതി ഇത് എങ്ങോട്ടാ? ഞാൻ കരുതി നിന്നെ കാണാൻ ഇപ്പോൾ സെക്കൻഡ് ബസ്സും പോയി കാണുന്നു. നീ എപ്പോഴും അതിനല്ലേ പോവാറ്? ഇന്നിവിടെ ടൗണിൽ കയറിക്കോളൂ. ഞങ്ങൾ ചുമ്മാ ഒരു കറക്കത്തിന് ഇറങ്ങിയതാ. പോരുന്നുണ്ടെങ്കിൽ കയറിക്കോ, ഷോർട്ട് കട്ട് പിടിക്കാം, ഇല്ലെങ്കിൽ പോലീസ് മാമന്മാർ പൊക്കും. കേട്ടതേ ഞാൻ എപ്പോഴേ റെഡിയാന്ന കണക്കെ ജ്യോതി കയറിയിരുന്നു. ശ്രുതിയെ അള്ളിപ്പിടിച്ചു. നീ എന്താടി ഉടുമ്പോ? ഒന്ന് പതിയെ പിടിയെന്റെ ജ്യോതി. അയ്യടി, നിനക്ക് പറയാം, ഈ ഷോർട്ട് വഴി ഫുൾ കട്ടറ. എങ്ങാനും താഴെ പോയാലോ? ഞാൻ ഏട്ടനൊരു മെസ്സേജ് ഇട്ടെ, നീ ഒന്ന് ഒതുങ്ങിയിരുന്നേ. ഇനി എങ്ങോട്ട് ഒതുങ്ങാനാ? നിന്നോടൊപ്പം വരുന്നവ ചോദിച്ച് ഇവളെ പറഞ്ഞാൽ മതിയല്ലോ. ശ്രുതി ചിഞ്ചുവിന്റെ തലയിൽ കിഴുക്കി. ദേ, രണ്ടിനെ ചവിട്ടി ഇറക്കേണ്ടി അടങ്ങിയിരുന്നോ? ഭീഷണി പോലെ പറഞ്ഞിട്ട് അവൾ സ്കൂട്ടി മുന്നോട്ടെടുത്തു. സണ്ണി ചേട്ടൻ. ഷോപ്പിംഗ് മാളിന്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയതും ജ്യോതി ചാടി ഇറങ്ങി. ആ പേര് കേട്ടതേ ചിഞ്ചുവിന്റെ ശരീരം ഒന്ന് വിറച്ചു. ശ്രുതി ഇറങ്ങി തിരിച്ച് നോക്കുമ്പോഴേക്കും ജ്യോതി തൊട്ടപ്പുറത്ത് സണ്ണിയോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ചിഞ്ചു, ദേ സണ്ണി, അപ്പൊ ശരണ്യോടെല്ലാം കാണും. ശ്രുതി ചിരിച്ചു. ചിഞ്ചു ശ്രുതിക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു. പക്ഷേ മനസ്സിൽ വേദന തിങ്ങി നിറയുകയായിരുന്നു. എത്രയൊക്കെ കാണരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയൊക്കെ തവണ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്താണ് ദൈവമേ എന്നോട് ഇങ്ങനെ? മുന്നിലിങ്ങനെ ഉണ്ടാകുമ്പോൾ നോക്കാതിരിക്കാനാവുന്നില്ല. മനസ്സിൽ അത്രമേൽ വേരൂന്നിയ മുഖം. അവൾ സണ്ണിയെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. എന്ത് സ്നേഹത്തോടെയാണ് അവൻ ജ്യോതിയോട് സംസാരിക്കുന്നത്. ജിത്തുവേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ടൗണിൽ ട്യൂഷന് വരായിരുന്നു. അപ്പോൾ കിട്ടിയ സുഹൃത്താണ് സണ്ണി. പക്ഷേ ഇപ്പോഴും വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് ഇരുവർക്കുമിടയിൽ. അല്ലെങ്കിലും സണ്ണി സൗഹൃദങ്ങൾ രൂപീകരിക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും മുൻപന്തിയിലാണെന്ന് ഒരിക്കൽ വസു പറഞ്ഞു ഓർത്തു അവൾ. സണ്ണി ചേട്ടൻ അറിയില്ലേ, അതെന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? തൊട്ടുമ്പിൽ വന്നിന്ന് ജ്യോതി ചോദിക്കുമ്പോഴാണ് ചിഞ്ചു ചിന്തകളിൽ നിന്ന് ഉണരുന്നത്. സണ്ണിയുണ്ട് അരികിൽ. അവന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. നല്ല ചോദ്യ, ഓർക്കാതെ പിന്നെ? അതിനുശേഷം ഒന്ന് രണ്ടോട്ടം കണ്ടിരുന്നു. ജീത്തുവേട്ടന്റെ ഫ്രണ്ടാണെന്നറിയാം, പിന്നെ വസിച്ചേട്ടന്റെ ഫ്രണ്ടാണല്ലോ. ശ്രുതിയാണ് മറുപടി പറഞ്ഞു. ആ, അങ്ങനെയൊന്നും ഉണ്ടല്ലേ, അത് ഞാൻ മറന്നു. ജീത്തുവേട്ടൻ പറഞ്ഞ ഞാൻ ചന്തുവിനെയും വസിച്ചേട്ടനെയും കാര്യം അറിയുന്നു, അല്ലാതെ ഇവറ്റകളെന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ജ്യോതി ചിഞ്ചുവിനെയും ശ്രുതിയെയും കെറിവിച്ച് നോക്കി. ചന്ദന എന്ന് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? കൂട്ടത്തിൽ ചന്ദനയുടെ ഒഴിവ് സണ്ണിയെ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് ശ്രുതിയോട് പെട്ടെന്ന് ചോദിക്കാൻ തോന്നിയത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട എന്നും തോന്നി. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്നും തനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും ചോദിച്ചു. ചന്ദന സുഖമായിട്ടിരിക്കുന്നു, കോളേജിൽ വരുന്നില്ലെന്നേ ഉള്ളൂ, വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. സണ്ണിയുടെ മുഖത്ത് മങ്ങൽ കണ്ട് ശ്രുതി പെട്ടെന്ന് പറഞ്ഞു. പർച്ചേസിങ്ങിന് ഇറങ്ങിയാണോ? എന്താണ് വിശേഷം? അങ്ങനെ വിശേഷം ഉണ്ടാവണമെന്നൊന്നുമില്ല, തോന്നുമ്പോഴേക്കും ഇങ്ങനെ ഒരു കറക്കായി വിളിക്ക്. ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കായിരുന്നു, ഇങ്ങോട്ട് തറിഞ്ഞപ്പോൾ ഞാനും കൂടെ പോകുന്നു. ചിഞ്ചുവിനെ കാണിച്ച് ജ്യോതിയാണത് പറഞ്ഞു. അപ്പോൾ പോലും സണ്ണി ചിഞ്ചുവിനെ നോക്കിയില്ല. ആ നേരം അത്രയും അവൾ അവഗണിക്കുകയായിരുന്നു. വല്ലാത്തൊരു തരം വിരോധമുള്ള പോലെ ചിഞ്ചുവിന് തന്റെ നെഞ്ചിൽ നിന്നും ചോര കിനിയുന്നുണ്ടെന്ന് തോന്നി. തന്റെ വിങ്ങൽ ഒതുക്കാൻ അവൾ നന്നായി പ്രയാസപ്പെട്ടു. ശരൺ ചേട്ടനുണ്ടായിരുന്നോ? ഇതെവിടെയായിരുന്നു? തങ്ങൾക്കരികിലേക്ക് വന്ന ശരണിനെ കണ്ട് ജ്യോതി തിരക്കി. ഒരു കോൾ ഉണ്ടായിരുന്നു, അതാണ് അല്പം മാറിയുന്നത്. എന്തു പറയും ത്രിമൂർത്തികൾ, സുഖല്ലേ? എന്താണ് ഇവിടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകാതെ കറങ്ങി നടപ്പാണോ?
ചോദ്യം മൂവരോടായിരുന്നുവെങ്കിലും ശരണിന്റെ മിഴികൾ തറഞ്ഞു നിന്ന് ചിഞ്ചുവിൽ മാത്രമായിരുന്നു. അവളുടെ മുഖത്ത് പതിവ് ഉത്സാഹമോ പ്രസരിപ്പോ ഇല്ലാത്ത അവനെ അമ്പരപ്പിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്തായിരിക്കും പറ്റിയിരിക്കുക? ചോദിക്കണമെന്ന് വല്ലാതെ തോന്നിയെങ്കിലും അതവൻ വേണ്ടാന്ന് വെച്ചു. എന്നിരുന്നാലും അവളുടെ ആ മുഖം അവന്റെ ഉള്ളിൽ ഒരു സമാധാനക്കുറവുണ്ടാക്കി. ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങിയതാ, ഇപ്പൊ തന്നെ സമയം പോയി. ശരിയെന്നാ, സമയം കളയണ്ട. കറക്കു കഴിഞ്ഞ് വേഗം വീടെത്താൻ നോക്ക്. ഞങ്ങൾ പോവാ. ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞു. കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചുറ്റായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇനിയൊരിക്കലാവട്ടെ. അന്ന് നിങ്ങളുടെ ഒപ്പം ചന്ദനയും ഞങ്ങളുടെ ഒപ്പം വസു ഉണ്ടാവട്ടെ. എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ചന്ദനയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവസാനം എത്തുമ്പോൾ ശരണിന്റെ ചിരിയൊന്ന് മങ്ങി. ലേറ്റ് ആവണ്ട, ചെല്ലു. ജ്യോതികുട്ടി, വൈകുന്നുണ്ടെങ്കിൽ ചിത്തിനോട് വന്ന് പിക്ക് ചെയ്യാൻ പറയാട്ടോ രണ്ടുപേരെയും. ബസ്സിൽ ഇവിടുന്ന് 1.5 മണിക്കൂറോളം ദൂരമുണ്ട്. സണ്ണി ഓർമ്മിപ്പിച്ചു. ഞാൻ എൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എന്തായാലും ഇതുവഴി ഇവരും കൂട്ടാൻ. ശരി, കാണാം കേട്ടോ. ശരൺ പോവല്ലേ? സണ്ണി ശരണിന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ചു. കയറടാ. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടും ശരൺ കയറാൻ നിൽക്കുന്നുണ്ട്. സണ്ണി പറഞ്ഞു. ശരണ് ചിഞ്ചുവിനോട് തനിച്ചവൻ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവളുടെ ഈ നിശബ്ദതയ്ക്ക് കാരണം എന്താണെന്ന് തിരക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സണ്ണിക്ക് അത് ഇഷ്ടക്കുറവുണ്ടാക്കുമെന്നുള്ളതിനാൽ ഒന്നിനും മുതിർന്നില്ല അവൻ. അതുകൊണ്ടാണ് ഈ നേരം അത്രേ അവളോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതെ ഇരുന്നത്. തമാശയായി പോലും. മുന്നോട്ട് കുതിച്ചിട്ടും ശരൺ വെറുതെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ശ്രുതിയും ജ്യോതിയും സംസാരത്തിൽ മുഴുകി മാളിനകത്തേക്ക് അടക്കാനൊരുങ്ങുമ്പോഴും ചിഞ്ചു ഒന്നുമല്ലാത്ത മട്ടിൽ നിൽപ്പായിരുന്നു അവിടെ. പക്ഷെ അവിടെ ദൃഷ്ടി അകന്നു പോകുന്ന തങ്ങൾ തറഞ്ഞു നിൽക്കുകയാണെന്ന് അവൻ കണ്ടു. അപ്പാ. രാത്രിയിൽ പൂമുഖത്തെ ചാരുകാസകൾ കണ്ണടിച്ചിരിപ്പായിരുന്നു തിലകരാമൻ. ചന്ദന അരികിൽ വന്ന് പതുക്കെ വിളിച്ച്. എന്ന നിറത്തിലെ ആൾ മിഴികൾ തുറന്നവളെ നോക്കി. അപ്പാ, എനിക്ക് വിവാഹം വേണ്ട. സ്വരിക്കൂട്ടി വെച്ച മുഴുവൻ ധൈര്യം എടുത്ത് അവൾ പറഞ്ഞൊപ്പിച്ചു. അത് നീയല്ല തീരുമാനിക്കുന്നത്. തിലകരാമന്റെ ശബ്ദം കനത്തു. എനിക്ക് താല്പര്യമില്ലപ്പ. എനിക്ക് വസുദേവന് ഇഷ്ടമാണ്. ആ ഒപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് എന്നെ നിർബന്ധിക്കല്ലേ അപ്പ. കേഴുകയായിരുന്നു അവൾ, കണ്ണുകൾ നിറഞ്ഞ് ഇടറിയ ശബ്ദത്തിൽ. തന്റെ മുന്നിൽ നിൽക്കുന്ന ചന്ദനയാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾക്ക്. ഈ 20 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് മുന്നിൽ വന്നിന്നിങ്ങനെ സംസാരിക്കുന്നത്. ഒരു നിമിഷം അയാൾ അമ്പരപ്പോടെ അവളെ നോക്കി. നീ ആരോടാ സംസാരിക്കുന്നത് ഓർമ്മയാണോ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ നിനക്ക്? ഞാൻ നിന്റെ അച്ഛനാ. ഇത്രയും വർഷങ്ങൾ നിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്ത് ഞാനാണെങ്കിൽ ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ തീരുമാനിക്കും നിന്നെ ആര് വിവാഹം ചെയ്യണമെന്ന്. അങ്ങനെ ആർക്കെങ്കിലും വിവാഹം ചെയ്ത് കൊടുത്താൽ മതിയോ? അവൾ ഇഷ്ടപ്പെടുന്ന ആളിനെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവൾ പറഞ്ഞല്ലോ അവൾക്ക് വസുദേവന് ഇഷ്ടമുണ്ടെന്ന്. അവൻ മാനിയായിട്ടുള്ള രീതിയിലൂടെ ഒന്ന് പെണ്ണാലോചിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തിനാ നിങ്ങൾക്ക് ഈ പിടിവാശി? അതുവരെ രണ്ടുപേരെയും സംസാരം ശ്രവിച്ചുകൊണ്ട് അകത്തിരുന്ന പാർവതി പൂമുഖത്തേക്ക് ഇറങ്ങി വന്നു. കൊള്ളാം, മകൾക്ക് സൽബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം വഷളതരത്തിന് കൂട്ടു നിൽക്കുന്നു. ഇതുവരെ ഉയരാത്ത നിങ്ങളുടെ ശബ്ദവും തീരുമാനങ്ങളും ഇപ്പൊ എങ്ങനെയാ ഇവിടെ ഉയരാൻ തുടങ്ങിയത്? ആര് നൽകിയ ധൈര്യം ഇത്? ആ ചെറുക്കൻ എല്ലാവരെയും നന്നായിട്ട് സ്വാധീനിച്ചിരിക്കുന്നു അല്ലേ? നിങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ലേ വേണ്ടത്. ഇവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയ. താല്പര്യമില്ലാത്ത ഒന്നിന് ഇവൾ എന്തിനാ വിധേയാക്കുന്നത്? നമ്മുടെ മകളല്ലേ, ഇവളുടെ ജീവിതമല്ലേ. സന്തോഷമായി കഴിയണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. താല്പര്യക്കുറവുണ്ടാവാനെന്താ? ഈ താല്പര്യക്കുറവുണ്ടാവാനെന്താ? ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. വിവാഹം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. എത്ര നിസ്സാരമായിട്ടാണ് അപ്പ പറയുന്നത്. തനിക്കതിന് കഴിയില്ലെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ചന്ദ്രൻ നിശബ്ദമായി കരയുകയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.